ഓക്കെ, നമസ്കാരം. നമ്മൾ എലമെൻ്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷൻ നമ്മൾ കഴിഞ്ഞു അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3യിൽ എന്തൊക്കെ പോയിന്റ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിനായിട്ട് ബാറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഇവിടെ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ വരുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഓക്കെ, ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, അതിൻ്റെ ചിത്രം വരച്ച് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറയാൻ പറ്റണം. അതേപോലെ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതേപോലെയാണ് വാരിയസ് ചാർജിങ് സിസ്റ്റംസ് ഓഫ് ബാറ്ററി. ചാർജിങ് സിസ്റ്റം എന്താ? കോൺസ്റ്റൻറ്റ് കറണ്ടും കോൺസ്റ്റൻറ്റ് വോൾട്ടേജും ആണുള്ളത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, നമ്മൾ നോട്ട്സ് എഴുതിയ കാര്യങ്ങളാണ്, മെറ്റീരിയൽസ് തന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ എന്താണ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസുലേറ്റേഴ്സ് അല്ലേ. നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ടെമ്പറേച്ചർ പ്രോപ്പർട്ടിയും വെച്ചിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അതേപോലെ ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലേ. മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് എക്സാമ്പിൾസ്. ഇത്രയാണ് നിങ്ങൾ ഇതിൽ മെയിനായിട്ട് കാണേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. അതേപോലെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് ബാറ്ററീസ് അല്ലേ. ഓരോ ബാറ്ററി നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ റേറ്റിംഗ്സ് എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററീസ് എന്തൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം, ആ കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ കേസിൽ പറയുന്നത്. അതേപോലെ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഒരു കണ്ടക്ടർ, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ മെറ്റീരിയലിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് മനസ്സിലായ കാര്യം എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സെക്ഷനിൽ വരുന്നത് ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ ഈ പോയിന്റ്സ് ഏതൊക്കെയാണ്? കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതേപോലെ ഏതാണ് ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി, അതേപോലെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ഈ 4 പോയിന്റ് എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം ഇതിൽ 2 or 3 ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതെല്ലാം നമ്മൾ മെറ്റീരിയലിൽ ഓൾറെഡി തന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഇക്വേഷനും കാര്യങ്ങളും ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോവുക. അതേപോലെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ആനോഡ്, കാഥോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഏതൊക്കെ വരുന്നുണ്ടെന്നുള്ള ചിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വരയ്ക്കുക. അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളെ പഠിക്കുക. ഇനി അതേപോലെ ചാർജിങ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് കറണ്ട് സിസ്റ്റം, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സിസ്റ്റം. അപ്പോൾ കോൺസ്റ്റൻറ്റ് കറണ്ട് സിസ്റ്റത്തിൻ്റെ പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക. അതേപോലെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതേപോലെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സിസ്റ്റത്തിൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. അതേപോലെ അതിൻ്റെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ്? ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി. അതിലെന്തൊക്കെ? ഗ്യാസിങ്, വോൾട്ടേജ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് കളേഴ്സ്. ഇങ്ങനെ പോയിന്റ് എഴുതിയാൽ മാത്രം പോരാ, അതിലെന്ത് ചെയ്യണം? ഓരോ പോയിന്റ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും കൂടെ അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് പഠിച്ചിട്ട് ഇത്രയും പോയിന്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം 7-8 പോയിന്റ് എങ്കിലും പഠിച്ചു വയ്ക്കുക. അതെന്ത് ചെയ്യുക? എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റണം. അതേപോലെ മെയിൻ്റെനൻസ് ആൻഡ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 and 7 പോയിന്റ്സ്. ഈ 7 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം 3 പോയിന്റ് ചോദിച്ചാലും 7 പോയിന്റ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും ഈ കാര്യങ്ങളും നോക്കുക. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ബാറ്ററി എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബാറ്ററീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളെ കാണാം. ലിഥിയം അയൺ ബാറ്ററി ഇവിടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് പഠിക്കാൻ നിൽക്കുക. കാരണം ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ലിഥിയം അയൺ ബാറ്ററിയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ചോദിച്ചേക്കാം, നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി ബാറ്ററീസ് പാരലൽ സീരീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്, അവിടെ ഉണ്ടാകുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നോക്കുക.
എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, സീരീസ് ആയിട്ടും പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സർക്യൂട്ട് വരച്ച് അതിലെ ആംബിയർ അവർ കാര്യങ്ങൾ റേറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളിൽ വരികയാണെങ്കിൽ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് നോക്കുക. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസുലേറ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാൻ പറ്റണം. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് മാത്രം എഴുതിയാൽ പോരാ. സോളിഡ് എന്താണ്, സോളിഡ് എങ്ങനെയാണ്, അത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം, അതിൻ്റെ എക്സാമ്പിൾ എഴുതണം. ലിക്വിഡ് അതേപോലെ ഡീറ്റെയിൽസ് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ എഴുതുക. അതേപോലെ ഗ്യാസസ്, ഇൻസുലേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക, അതേപോലെ അതിൻ്റെ എക്സാമ്പിളും എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ഇൻസുലേറ്റേഴ്സിൻ്റെ എന്താണ്, ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഏതൊക്കെ, ക്ലാസ് വൈ, ക്ലാസ് എ, ക്ലാസ് ഇ, ക്ലാസ് ബി, ക്ലാസ് എഫ്, ക്ലാസ് എച്ച് ആൻഡ് ക്ലാസ് സി. ഈ ഇൻസുലേഷൻ ടൈപ്പ് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്, അതേപോലെ 105 ഡിഗ്രി, 120 ഡിഗ്രി. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ വരച്ച് പഠിച്ചാലും കുഴപ്പമില്ല, ഇതേപോലെ എക്സ്പ്ലനേഷൻ ചെയ്താലും കുഴപ്പമില്ല. ഇത് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള, ഈ പോർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പോവാം. ഓക്കെ, അതേപോലെ കണ്ടക്ടേഴ്സിൻ്റെ എന്തൊക്കെ പോയിന്റ്സ്, ഓക്കെ, കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കുക, അതിന് എക്സാമ്പിൾസ്, അതേപോലെ ടൈപ്പ് ഓഫ് കണ്ടക്ടിവിറ്റി നോക്കുക. ഓക്കെ, സീറോ റെസിസ്റ്റീവ്, ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയൽസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ട് പോവുക. മെറ്റീരിയൽസ്, അതേപോലെ പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടർ. ഓക്കെ, ഒരു കണ്ടക്ടറിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് നോക്കുക. അതേപോലെ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഏതൊക്കെ, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. അപ്പോൾ അതെന്താണ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് എന്താണ് ആ മെറ്റീരിയൽ, അതേപോലെ അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ആ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. പാരാമാഗ്നറ്റിക് ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ഫെറോമാഗ്നറ്റിക് അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇത്രയാണ് തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ്. ഓക്കെ, നമസ്കാരം. എലമെൻ്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂളിനെ നമ്മൾ ഒരു ക്വിക്ക് റിവിഷൻ കണ്ടതാണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ മെറ്റീരിയലും കൂടെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരാം. സോ 4ാമത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അപ്പോൾ മാഗ്നറ്റിസത്തിൽ ഇത്രയും പോയിന്റ്സ് വരുന്നുണ്ട് അല്ലേ, ലോസ് ഓഫ് മാഗ്നറ്റിസം, ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിബിലിറ്റി, കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് BH കർവ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഫാരഡേസ് ലോ, ലെൻസസ് ലോ, ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് കപ്പാസിറ്റൻസ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ BH കർവ്, വിത്തൗട്ട് എനി ഡൗട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ് BH കർവ്. BH കർവ് വരയ്ക്കാൻ പഠിക്കുക, അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ അത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ നിങ്ങൾ അതിൻ്റെ റീറ്റൻഡിവിറ്റി, കോയേഴ്സിവിറ്റി കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് നിങ്ങൾ വരച്ച് പഠിച്ച് അതിൻ്റെ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ കപ്പാസിറ്റൻസ്, ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറയുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്താണ് എന്നുള്ളത്, അതിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതൊക്കെയാണ് സീരീസ് ആൻഡ് പാരലൽ, എങ്ങനെയാണ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഒരു പക്ഷേ അതിൽ പ്രോബ്ലംസ് വരാം, ആ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ നോക്കുക, മെറ്റീരിയലൊക്കെ ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പോവുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. ഓക്കെ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് എന്തൊക്കെ വരും അല്ലേ, MMF, അതേപോലെ ഫ്ലക്സ്, അതേപോലെ റിലക്റ്റൻസ്, ഇതേപോലെ കമ്പാരിസൺ, അതിൻ്റെ യൂണിറ്റ്സ് വ്യത്യാസമുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോവുക. അതേപോലെ കുളോംസ് ലോ അല്ലേ, കുളോംസ് ലോൻ്റെ 2 യൂണിറ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ കാര്യങ്ങൾ ഇക്വേഷൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇക്വേഷൻ ചെയ്താൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അത്രമാത്രം. ഇനി കുളോംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് കാര്യങ്ങൾ നോക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്, നോക്കുക. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാരഡേസ് ലോസ് അല്ലേ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അത് നോക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളെല്ലാം നോക്കുക. ഓക്കെ, അതേപോലെ ലെൻസസ് ലോ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ. ഒരു കോയിലിലേക്ക് നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് ഇൻസേർട്ട് ആകുന്ന സമയത്തും അതേപോലെ റിപ്പൽ ചെയ്യുന്ന സമയത്തും ആ കോയിൽ എങ്ങനെ നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചതാണ്. അതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തതാണ്. ആ കാര്യങ്ങൾ നോക്കുക. അതേപോലെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത്.
അപ്പോൾ ഈ കാര്യങ്ങൾ യൂണിറ്റും കാര്യങ്ങളും നമുക്ക് മെറ്റീരിയൽ ഒന്ന് കാണാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ്, ഓക്കെ, ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ക്രോംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിൽ ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? ലൈക്ക് പോൾ റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾ അട്രാക്ട്സ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇതാ പറയാം, ഇതാണ് മെയിനായിട്ടുള്ള ഇക്വേഷൻ, F പ്രൊപ്പോർഷണൽ ടു M1 M2 ബൈ D സ്ക്വയർ. ഓക്കെ, നമ്മൾ ഇതിൽ എന്താണ് എം, എന്താണ് കെ, എന്താണ് ഡി എന്നുള്ള കാര്യങ്ങൾ പറയാം. അതേപോലെ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിബിലിറ്റി എന്താണെന്നുള്ള കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതേപോലെ ഫീൽഡ് സ്ട്രെങ്ത് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഇവിടെയുണ്ട്. അതേപോലെ യൂണിറ്റ് ഇവിടെയുണ്ട്. ഓക്കെ, ന്യൂട്ടൺ പെർ വെബർ. ഈ കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ സിമ്പിൾ ഏതാണ് അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം പോകാൻ. അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, ഇതിനെ നമ്മൾ ഫൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ് എന്നുള്ളത് നോക്കുക. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ അതിൻ്റെ യൂണിറ്റ് എന്താണ്? വെബറാണ്. ഓക്കെ, അത് നോക്കുക. അതേപോലെ ഫ്ലക്സ് ഡെൻസിറ്റി എന്താ? ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ്? അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ബി ആണ്. യൂണിറ്റ് വരുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല എന്നും പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം പോകാൻ. ഇത്രയും നിങ്ങൾക്ക് ചോദിക്കുള്ളൂ മാക്സിമം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി അതേപോലെ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച് എന്താണ്? ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഈ റിലേഷൻ പഠിക്കുക. അതേപോലെ ബി എച്ച് കർ, നമ്മൾ ഈ ചിത്രം നിങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ആവരുത്. നമ്മുടെ ക്ലാസ്സിൽ മെറ്റീരിയൽ തന്ന ചിത്രം തന്നെ നോക്കിക്കോളുക. നിങ്ങൾ ഇവിടെ കണ്ടത് കൺഫ്യൂഷൻ ആവേണ്ട. മുഴുവൻ കാര്യങ്ങൾ ഇത് ഫോർവേഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ റിവേഴ്സായിട്ട് നമ്മൾ എച്ചിനെ റിവേഴ്സിൽ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. ആ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം. ഇവിടെ ഉണ്ട്, മെറ്റീരിയൽ തന്നെ ഉണ്ട് അല്ലേ. മെറ്റീരിയൽ ഇതാ നമ്മൾ ഈ ചിത്രം നമ്മൾ കണ്ടതാണല്ലേ. ഇവിടെ നമ്മൾ എയിലേക്ക് സാച്ചുറേഷൻ എത്തും, പിന്നെ റിവേഴ്സ് വരുന്ന സമയത്ത് ബി സി ഫോളോ ചെയ്ത് ഡി വരെ നെഗറ്റീവിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടാണ്. ഈ കാര്യങ്ങളെല്ലാം നോക്കുക. അതേപോലെ റീറ്റൻറ്റിവിറ്റി, കോഴ്സിവിറ്റി കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി പഠിക്കാം. ദെൻ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫസ്റ്റ് ലോ എന്താണ്? അതേപോലെ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ലോ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കുക. സെക്കൻഡ് ലോ എന്താണ്? ആ സെക്കൻഡ് ലോൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ. ഓക്കെ, ഈ കാര്യങ്ങൾ പഠിക്കുക. ഈ മൈനസ് എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് ഓഫ് ലെൻസസ് ലോ, റൈറ്റ്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. അതേപോലെ ലെൻസസ് ലോ ഇവിടെ ഉണ്ട്. ലെൻസസ് ലോ തന്നെ ഈ എക്സ്പ്ലനേഷൻ മാത്രം പോരാ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ബാർ മാഗ്നറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ. സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ്? ഇവിടെ ഫ്ലക്സ് ചേഞ്ച്, കറണ്ട് ചേഞ്ച് ആകുമ്പോൾ ഇതിലുണ്ടാകുന്ന ഫ്ലക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. വെൻ എ കോയിൽ എന്ന് ഡെഫിനേഷനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കൂടുതൽ അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കുക. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. മ്യൂച്വൽ ഇൻഡക്ഷൻ, അതേപോലെ ഒരു കോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു കോയിൽ വോൾട്ടേജ് ഉണ്ടാകുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ പഠിച്ച മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അതേപോലെ കമ്പാരിസൺ എന്താണ്? മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക്കൽ സർക്യൂട്ടും. അപ്പോൾ ഈ സർക്യൂട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഈ പോയിന്റ് എന്ത് ചെയ്യുക? ഇതേപോലെ ടേബിളിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നോക്കുക, ഫ്ലക്സിൻ്റെ എന്താണ് സിമിലർ എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ആണ് അല്ലേ. MMF EMF ആയി കറണ്ടിൽ. മാഗ്നറ്റിക് സർക്യൂട്ട് ഫ്ലക്സ് ആണെങ്കിൽ അപ്പുറത്ത് എന്താണ്? കറണ്ട് ആണ്. അപ്പോൾ ആ ഫ്ലക്സ് ഡെൻസിറ്റി ബി ആണ്, അപ്പുറത്ത് കറണ്ട് ഡെൻസിറ്റി ഏതാണ്? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഫ്ലക്സ് ഡെൻസിറ്റി എന്താ? വെബർ പെർ മീറ്റർ സ്ക്വയർ. റിലക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവിടെ എഴുതാൻ വേണ്ടി പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ നിങ്ങൾ പഠിക്കുക. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ D സ്ക്വയർ. ഓക്കെ, ഇനി അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? പെർമിറ്റിവിറ്റി നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇത്രയും കാര്യങ്ങൾ നോക്കുക. അതേപോലെ ഒരു പോയിന്റ് എക്സ്ട്രാ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ, ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ കാര്യങ്ങൾ. ഇതിനെന്താ പറയുക? ഇത് സൈ ആയിരുന്നു അല്ലേ. ഇത് സൈ എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ട് പോവുക. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട കാര്യങ്ങളാണ്. എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ഇനി കപ്പാസിറ്റേഴ്സ് എന്താണ്? കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ ഡിവൈസ് കാപ്പബിൾ ഓഫ് സ്റ്റോറിങ് ചാർജ്. അപ്പോൾ പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എയർ, മൈക്ക, വാക്സ് പേപ്പർ, സെറാമിക്സ്, അങ്ങനെ ഇതെല്ലാം യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? എയർ കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ അല്ലേ. നമ്മളിതെല്ലാം കണ്ടതാണ്. അതിൻ്റെ ഇക്വേഷൻ C = Q/V, ഈ റിലേഷൻ നമ്മൾ കണ്ടതാണ്. പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ് അല്ലേ. അതേപോലെ നമുക്ക് വരുന്ന കാര്യമാണ് ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. നമ്മൾ ഇതേപോലെ ചിത്രമൊക്കെ വരച്ച്
ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്, അത് നോക്കുക. അതേപോലെ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞതാണല്ലേ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ പാരലൽ കണക്ഷൻ ഇതിനെങ്ങനെ നമ്മൾ കൂട്ടുക, ഇങ്ങനെ 3 കപ്പാസിറ്റർ പാരലൽ വെച്ച് കഴിഞ്ഞാൽ ഇക്വലന്റ് കപ്പാസിറ്റർ എന്താ C1 C2 C3 അല്ലേ, ഇതിനെ ആഡ് ചെയ്യുന്നതാണ് എന്ത് ഇതിൻ്റെ പാരലൽ കണക്ഷൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ സീരീസ് ആവുന്ന സമയത്തോ 1/C = 1/C1 + 1/C2 + 1/C3. ഇതിൽ പ്രോബ്ലംസ് വരാം, പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളാണ്. അത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് ഇവിടെ ഞാനിവിടെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങളതെല്ലാം പ്രോബ്ലംസ് എഴുതി ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയാണ് 4ാമത്തെ മൊഡ്യൂളിന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത്രയും പോയിന്റ് എല്ലാം റിവൈസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോവുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.